സംസ്ഥാനത്ത് ചുവടുറപ്പിക്കാൻ പുതിയ തന്ത്രങ്ങളുമായി RSS പ്രമുഖ വ്യക്തികളുമായി മുഖാമുഖത്തിന് തയ്യാറെടുക്കുകയാണ് ദേശീയ നേതൃത്വം. ഇതിന്റെ ഭാഗമായി 2 ദിവസത്തെ സന്ദർശനത്തിനായി കൊച്ചിയിലെത്തുന്ന RSS തലവൻ മോഹൻ ഭഗവത് തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രീയ നിരീക്ഷകർ, വിവരാവകാശ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ, വിവിധ ആശുപത്രികളുടെ ഉടമകൾ, ഡോക്ടർമാർ തുടങ്ങി വലിയൊരു നിരയാണ് മോഹൻ ഭാഗവതുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് RSS സംസ്ഥാന ജില്ലാ നേതൃത്വം ഒരുക്കിയിട്ടുള്ളത്. 27-ന് ചെന്നൈയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലെത്തുന്ന RSS തലവൻ ആലുവ തന്ത്രവിദ്യാപീഠത്തിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും. ഇതിനുശേഷം അവിടെ ആദ്യഘട്ട കൂടിക്കാഴ്ചകൾ നടത്തും. പിറ്റേന്ന് കൊച്ചിയിലാണ് രണ്ടാം ഘട്ട കൂടിക്കാഴ്ചകൾ. ചിലർ ക്ഷണം സ്വീകരിക്കുകയും മറ്റു ചിലർ നിരാകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ഷണം നിരസിക്കുന്നതായും യാതൊരു വിധത്തിലുള്ള പ്രോത്സാഹനവും RSSന് നൽകുകയില്ലെന്ന് അഡ്വക്കേറ്റ് കാളീശ്വരം രാജ അറിയിച്ചു. അതേസമയം ആശയസംവാദത്തിന്റെ ഒരു വേദിയായി കണ്ട് അത് പ്രയോജനപ്പെടുത്താമെന്ന ആശയം ഒരു വിഭാഗത്തിനുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിർണായകമായ സ്വാധീനമുള്ള RSS എന്തുകൊണ്ട് രാഷ്ട്ര പുനർനിർമ്മാണത്തിന് അഭികാമ്യമാകുന്നില്ല എന്ന വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കേരളത്തിൽ വരുമ്പോൾ അദ്ദേഹവുമായി അത്തരത്തിലൊരു സംവാദം നടത്താനുള്ള ക്ഷണം അതുകൊണ്ട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പുതിയൊരു പ്രതിച്ഛായ സൃഷ്ടിക്കുന്നതിനു വേണ്ടി RSS ദേശീയതലത്തിൽ നടത്തുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായാണ് കൊച്ചിയിലെയും ചൂടുവയ്പ്പുകൾ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അസഹിഷ്ണുത കണ്ണൂരിലും അനാചാരങ്ങൾക്കെതിരെ പോരാടിയ ഫോട്ടോഗ്രാഫർ റഫീഖ് പുളിമ്പറമ്പിലിന്റെ സ്റ്റുഡിയോയ്ക്ക് നേരെ ആക്രമണം. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പിൽ ഹർത്താൽ ആചരിക്കുകയാണ്. പുലർച്ചെ 1 മണിക്കാണ് സംഭവം നടന്നത്. തളിപ്പറമ്പിലെ റഫീഖ് പുളിപ്പറമ്പിന്റെ ഒബ്സ്ക്യൂർ സ്റ്റുഡിയോ അടിച്ചു തകർത്ത് തീയിട്ടു നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ചും കണ്ണുമാത്രം പുറത്തുകാട്ടി പർദ്ദ ധരിക്കുന്നതിന്റെ അശാസ്ത്രീയതയെയും സാമൂഹ്യ പ്രശ്നങ്ങളെയും കുറിച്ച് റഫീഖ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോസ്റ്റുകൾ ഇട്ടിരുന്നു. സോഷ്യൽ മീഡിയകളിൽ ഇത് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതോടെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇവൻ ഇസ്ലാമിക വിരോധി, ഇവന്റെ ക്യാമറ വെളിച്ചം നമ്മുടെ വീടുകളിൽ പതിയാതിരിക്കട്ടെ തുടങ്ങിയ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. കുടുംബത്തിനടക്കം വധഭീഷണിയുണ്ടായതായും റഫീഖ് പറയുന്നു. മതപരമായ എൻ്റെ കാഴ്ചപ്പാടുകൾ ഞാൻ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ വളരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ഞാൻ മതവിരുദ്ധനാണ്, മതത്തിനെതിരാണ് എന്നുള്ള രീതിയിൽ നാട്ടിലൊട്ടുക്കും പ്രചരിപ്പിച്ച് എൻ്റെ ശാരീരികമായിട്ടും എൻ്റെ മാനസികമായിട്ടും എന്നെ വല്ലാത്ത രീതിയിൽ ഒരാഴ്ചയായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്. തുടർന്നാണ് ജീവിതമാർഗം തന്നെ ഇല്ലാതാക്കും വിധത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അസഹിഷ്ണുത സ്റ്റുഡിയോ തകർക്കുന്നിടത്തെത്തിയതെന്നും റഫീഖ് പറയുന്നു. തളിപ്പറമ്പ് CIയുടെ നേതൃത്വത്തിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തളിപ്പറമ്പിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. നരേന്ദ്രമോദിയുടെ പാക് സന്ദർശനം അപ്രതീക്ഷിതമല്ലെന്ന് ദേശീയ മാധ്യമങ്ങൾ. പാക് സന്ദർശനം സംബന്ധിച്ച് പ്രതിപക്ഷ പ്രതിഷേധം രൂക്ഷമാകുന്നു. മോദി പാകിസ്ഥാനിലെത്തിയത് ഉരുക്ക് വ്യവസായി സജ്ജൻ ജിൻഡാലിന് വേണ്ടിയെന്നും ആരോപണം. നവാസ് ഷെരീഫുമായുള്ള കൂടിക്കാഴ്ചയിൽ സജ്ജൻ ജിൻഡാലിന്റെ സാന്നിധ്യം എന്തിനെന്നും പ്രതിപക്ഷം ചോദിക്കുന്നു. പ്രമുഖ ഉരുക്ക് വ്യവസായി ജിൻഡാൽ സ്റ്റീൽസ് ഉടമ സജ്ജാൻ ജിൻഡാലിനൊപ്പം നരേന്ദ്രമോദി നവാസ് ഷെരീഫുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. അഫ്ഗാൻ സന്ദർശനത്തിനിടയിൽ ദില്ലിയിലേക്ക് തിരിക്കും വഴി ലാഹോറിലിറങ്ങുമെന്ന് നരേന്ദ്രമോദി ട്വിറ്ററിലൂടെ വെളിപ്പെടുത്തുന്നത് രാവിലെ 11:30. തൊട്ടടുത്ത നിമിഷം താൻ ലാഹോറിലുണ്ടെന്നും ചരിത്ര മുഹൂർത്തത്തിനായി കാത്തിരിക്കുകയാണെന്നും പ്രമുഖ വ്യവസായിയും ട്വിറ്ററിൽ കുറിക്കുന്നു. വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കുന്നതിനു മുമ്പേ വ്യവസായി നടത്തിയ വെളിപ്പെടുത്തലാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. നവാസ് ഷെരീഫിന്റെ ജന്മദിനത്തിന് ആശംസ പകരാനാണ് പ്രധാനമന്ത്രി ലാഹോറിലെത്തിയതെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വൃത്തങ്ങൾ പറയുന്നത്. രാവിലെ പാക് പ്രധാനമന്ത്രി ഫോണിൽ ക്ഷണിച്ചിരുന്നെന്നും വിശദീകരിക്കുന്നു. അതേസമയം നവാസ് ഷെരീഫിന്റെ ചെറുമകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ താനും ലാഹോറിലെത്തിയിട്ടുണ്ടെന്ന് വ്യവസായ പ്രമുഖനും വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം കാഠ്മണ്ഡുവിൽ വച്ച് നടന്ന സാർക്ക് ഉച്ചകോടിയിൽ ഇരു പ്രധാനമന്ത്രിമാരുടെയും കൂടിക്കാഴ്ചയിൽ താൻ പങ്കാളിയായിട്ടുണ്ടെന്ന് സജ്ജൻ ജിൻഡാൽ ഒരു ദേശീയ മാധ്യമത്തോട് വെളിപ്പെടുത്തിയിരുന്നു. ഇരു പ്രധാനമന്ത്രിമാരുടെയും കൂടിക്കാഴ്ചയിൽ വ്യവസായ പ്രമുഖന്റെ പങ്കാളിത്തം എന്തിനെന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. ഇക്കാര്യം മുൻനിർത്തി രാജ്യതലസ്ഥാനത്ത് വലിയ പ്രതിഷേധമുയർത്താനാണ് കോൺഗ്രസ് തീരുമാനം. ചരിത്രത്തിൽ ആദ്യമായാണ് രാജ്യത്തെ അറിയിക്കാത്തൊരു പ്രധാനമന്ത്രി പാകിസ്ഥാൻ സന്ദർശിക്കുന്നത്. വ്യവസായ പ്രമുഖനെ ഉൾക്കൊള്ളിച്ചുള്ള ഈ ചർച്ച രാജ്യ താൽപര്യങ്ങളെക്കാൾ വ്യക്തി താൽപര്യങ്ങളാണ് പ്രധാനമന്ത്രിക്ക് വലുതെന്ന വിമർശനങ്ങൾക്ക് വഴിവെച്ചു. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്വാമി ശാശ്വതികാനന്ദയെ കൊന്നത് തന്നെയെന്ന് ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദ. ഇടിക്കട്ട കൊണ്ട് തലക്കടിച്ച് പുഴയിൽ തള്ളിയതാകാമെന്നും അദ്ദേഹം പറഞ്ഞു. പുഴയോട് ചേർന്ന കൽക്കെട്ടിനകത്തു നിന്നും മൃതദേഹം കിട്ടിയതിലും ദുരൂഹതയുണ്ടെന്ന് പ്രകാശാനന്ദ കോഴിക്കോട്ട് പറഞ്ഞു. വാസ്തവത്തിൽ ഞാനതിപ്പോൾ പറഞ്ഞാൽ ആരെങ്കിലും ഇടികെട്ടൊക്കെ ഇടിച്ച് അതോടുകൂടി ബോധം കെട്ട് ആറ്റിൽ വീണ് ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരുടെയെങ്കിലും പ്രേരണ എന്തോ ഉണ്ട്, അതിനെ എടുത്തോ എന്നിട്ട്
കല്ല് ഈ മതിൽക്കെട്ടിൻ്റെ ഇടയിൽ കല്ലിൻ്റെ ഇടയിൽ നിന്നാണ് ഒടുവിൽ വള്ളം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി ഊന്നി പലയിടത്തും നോക്കിയിട്ട് കാണാൻ ഒടുക്കം കൊണ്ടുവന്ന് എങ്ങനെയോ ഒരു കുത്തുകുത്തിയപ്പം ഈ മതിലിൻ്റെ അടുത്തിരുന്ന കല്ലിൻ്റെ ഇടയിൽ കൊണ്ട് കയറ്റി വെച്ചിരുന്നത്. ആ ശവം അവിടെ വന്ന് കല്ലിൻ്റെ ഇടയിൽ ഇരിക്കേണ്ട ഒരു കാര്യവുമില്ല. കത്ത് വിവാദത്തിൽ ഹൈക്കമാൻഡ് ഇടപെടുന്നു. കേരളത്തിൽ എത്തുന്ന സോണിയാഗാന്ധി 30-ന് കോട്ടയത്ത് UDF നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. അതിനിടെ ബ്രേക്കിംഗ് ന്യൂസുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താനാകില്ലെന്ന് കത്ത് വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള രമേശ് ചെന്നിത്തലയുടെ കത്ത് പുറത്തുവന്ന സാഹചര്യത്തിൽ വിഷയം ഗൗരവമായി പരിഗണിക്കാനാണ് AICC നേതൃത്വത്തിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി AICC അധ്യക്ഷ സോണിയാഗാന്ധി UDF-ലെ ഘടകകക്ഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളിൽ ഘടകകക്ഷി നേതാക്കളുടെ നിലപാടറിയുകയാണ് സോണിയയുടെ ലക്ഷ്യം. AICC അധ്യക്ഷ ഘടകകക്ഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന വിവരം കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെയാണ് മാധ്യമങ്ങളെ അറിയിച്ചത്. എന്നാൽ സർക്കാരിനെ വിലയിരുത്തേണ്ടത് വ്യക്തികളല്ല, ജനങ്ങളാണെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. കത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പ്രതികരിക്കാൻ താൻ തയ്യാറല്ല. ബ്രേക്കിംഗ് ന്യൂസുകളുടെ പിന്നാലെ പോകുന്നയാളല്ല താനെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരു കത്ത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അയച്ചെന്ന് പറഞ്ഞ ആളെ നിഷേധിച്ചു. പിന്നെ അന്തരീക്ഷത്തിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് അന്വേഷണം നടത്തി അപ്പം എന്നോട് ആരും ചോദിച്ചു, ഇത് ബ്രേക്കിംഗ് ന്യൂസായിട്ട് വന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രേക്കിംഗ് ന്യൂസിൻ്റെ പുറകെ പോകുന്ന ഒരാളല്ല ഞാൻ. ബ്രേക്കിംഗ് ന്യൂസിൻ്റെ പുറകെ പോയി എന്തെങ്കിലും ചെയ്തവരെല്ലാം കുരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനതിൽ പോകുന്ന കൂട്ടത്തിലല്ല എന്ന് പറഞ്ഞു. ഒരു ഗവൺമെൻറ്റിനെ ഇരുത്തുന്നത് അത് പിന്നെ ജനങ്ങളാണ്. അത് സ്വന്തമായിട്ട് ആരെങ്കിലും വിലയിരുത്തുന്നത് ശരിയല്ല. അത് പാമ്പാടി RIT എഞ്ചിനീയറിംഗ് കോളേജിന്റെ ജൂബിലി ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാനായാണ് സോണിയാഗാന്ധി കേരളത്തിലെത്തുന്നത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ MP മാത്രമായ സോണിയാഗാന്ധി ഉദ്ഘാടകയാകുന്നതിൽ പ്രോട്ടോകോൾ ലംഘനമില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. CPIM സംഘടനാ പ്ലീനത്തിന് മുന്നോടിയായുള്ള കേന്ദ്ര കമ്മിറ്റി യോഗം കൊൽക്കത്തയിൽ തുടരുന്നു. പ്ലീനത്തിൽ അവതരിപ്പിക്കേണ്ട കരട് രേഖയ്ക്ക് രാവിലെ ചേർന്ന PB യോഗം അന്തിമ രൂപം നൽകിയിരുന്നു. നാളെ 10 ലക്ഷത്തിലധികം പേർ അണിനിരക്കുന്ന റാലിയോടെ പ്ലീനത്തിന് തുടക്കമാകും. ഞങ്ങളുടെ പ്രതിനിധി M. സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നാളെ ആരംഭിക്കുന്ന സംഘടനാ പ്ലീനത്തിന് മുന്നോടിയായുള്ള കേന്ദ്ര കമ്മിറ്റി യോഗമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സംഘടനാ പ്ലീനത്തിൽ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ടിനും പ്രമേയത്തിനും അംഗീകാരം നൽകുക എന്നുള്ളതാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ പ്രധാന അജണ്ട. രാവിലെ പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്ന് പ്രമേയത്തിനും സംഘടനാ റിപ്പോർട്ടിനും അന്തിമ രൂപം നൽകിയിരുന്നു. ഇതിന് കേന്ദ്ര കമ്മിറ്റി അംഗീകാരം ലഭിച്ചതിന് ശേഷം നാളെ പ്ലീനത്തിൽ അവതരിപ്പിക്കും. പ്രധാനമായും ഈ സംഘടനാ റിപ്പോർട്ടും പ്രമേയവും മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു വശത്ത് പുത്തൻ സാമ്പത്തിക നയങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ജനജീവിതം ദുസ്സഹമാക്കിയിട്ടുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ മറുവശത്ത് തീവ്ര വലതുപക്ഷ ശക്തികൾ രാജ്യത്ത് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു. ഈ തീവ്ര വലതുപക്ഷ ശക്തികൾ ഉയർത്തുന്ന വർഗീയതയും അതോടൊപ്പം തന്നെ നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളും ഇഴചേർന്നുകൊണ്ട് സൃഷ്ടിച്ച നിലവിലെ വെല്ലുവിളികൾ നേരിടുന്നതിനാവശ്യമായ സംഘടനാ ശേഷി രൂപപ്പെടുത്തുക എന്നുള്ളതാണ് പാർട്ടിയുടെ പ്ലീനത്തിന്റെ പ്രധാനമായ ഉദ്ദേശം. വിവിധ ജനവിഭാഗങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് പുതിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനാവശ്യമായ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കുകയാണ് പ്ലീനം ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ സംഘടനാ ദൗർബല്യങ്ങൾ എല്ലാം തന്നെ വിശദമായി പരിശോധിച്ചുകൊണ്ട് ആത്മപരിശോധന നടത്തിക്കൊണ്ട് അവ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ തൊഴിലാളി വർഗത്തെയും വിദ്യാർത്ഥികളെയും യുവാക്കളെയും എല്ലാം തന്നെ പാർട്ടിക്ക് ഒപ്പം നിർത്തുന്നതിനാവശ്യമായ തീരുമാനങ്ങളുമാണ് പ്ലീനത്തിൽ ഉണ്ടാകുക. നാളെ രാവിലെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് മൈതാനത്ത് 10 ലക്ഷം പേർ അണിനിരക്കുന്ന റാലിയോടുകൂടിയാണ് പ്ലീനത്തിന് തുടക്കമാകുക. വൈകുന്നേരം തന്നെ പ്രതിനിധി സമ്മേളനവും ആരംഭിക്കും. പ്രതിനിധി സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ടും പ്രമേയവും അവതരിപ്പിക്കും. തുടർന്നുള്ള 3 ദിവസങ്ങളിൽ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് നടക്കുക. ലക്ഷ്മിനാരായണ ഗ്ലോബൽ മ്യൂസിക് ഫെസ്റ്റിവലിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമായി. പ്രശസ്ത വയലിനിസ്റ്റ് L. സുബ്രഹ്മണ്യത്തിന്റെ പിതാവിന്റെ സ്മരണാർത്ഥമാണ് പരിപാടി നടക്കുന്നത്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദി പ്രസിലാണ് സുബ്രഹ്മണ്യം ഇക്കാര്യം അറിയിച്ചത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. വൈകിട്ട് 6:30 ടാഗോർ ഹാളിൽ ഫെസ്റ്റിവൽ ആരംഭിച്ചു. SBT മാനേജിംഗ് ഡയറക്ടർ ജീവൻദാസ് നാരായണൻ, കവിതാ കൃഷ്ണമൂർത്തി തുടങ്ങിയവർ സംബന്ധിച്ചു. മണ്ഡലപൂജയോടനുബന്ധിച്ചുള്ള തങ്കഅങ്കി ഘോഷയാത്ര ശബരിമലയിലെത്തി. വൈകിട്ട് ശരംകുത്തിൽ നിന്നും തങ്കഅങ്കിയെ ആചാരപൂർവ്വം സ്വീകരിച്ച് സന്നിധാനത്തെത്തിച്ചു. സോപാനത്തെത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തങ്കഅങ്കി പേടകം ഏറ്റുവാങ്ങി. തുടർന്ന് തങ്കഅങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി സന്ധ്യാദീപാരാധന നടന്നു. നാളെ രാവിലെ കുംഭരാശി മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ. തങ്കഅങ്കി ഘോഷയാത്രയോടനുബന്ധിച്ച് സന്നിധാനത്ത് തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.